കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കൊച്ചിക്ക് സമീപമുള്ള ഒരു സുന്ദര ഗ്രാമമാണ് കുമ്പളങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക വിനോദസഞ്ചാര ഗ്രാമമായ ഈ കുമ്പളങ്ങി സുന്ദരമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ്. കുമ്പളങ്ങിയെ പറ്റി അധികം ആർക്കും അറിയാത്ത വിശിഷ്ടമായൊരു ചരിത്ര സംഭവമുണ്ട്. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ 1927 ഡിസംബർ മാസം 9-ാം തീയതി കുമ്പളങ്ങിയിലൊരു മിശ്ര ഭോജനം നടത്തുകയുണ്ടായി. അക്കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കുമ്പളങ്ങി തെക്ക് ഭാഗത്ത് ശ്രീനാരായണ ഗുരുവര മഠം സ്ഥാപിതമായിരുന്നു. ഗുരുദേവന് ഒരു പ്രാവശ്യം തങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുവാനും ആ ചൈതന്യം നേരിട്ട് അനുഭവിക്കാനും വേണ്ടി ആഗ്രഹിച്ച ഒരു നിര യുവാക്കൾ അക്കാലത്ത് കുമ്പളങ്ങിയിലുണ്ടായിരുന്നു. ആ യുവാക്കളുടെ ആഗ്രഹ സാഫല്യമാകട്ടെ മിശ്രഭോജനമെന്ന വലിയൊരു ചരിത്ര സംഭവമായി മാറി. കേരളത്തിലെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ശ്രീ സഹോദരൻ അയ്യപ്പന്റെയും സാന്നിധ്യത്തിൽ കുമ്പളങ്ങി ശ്രീനാരായണ ഗുരുവര മഠത്തിൽ നടന്ന മിശ്രഭോജനത്തിന്റെ ചരിത്ര പശ്ചാത്തലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ശ്രീകൃഷ്ണൻ, യേശുക്രിസ്തു, ശ്രീബുദ്ധൻ, മുഹമ്മദ് നബി തുടങ്ങിയ ജഗദ്ഗുരുക്കന്മാരുടെ പരമ്പരയിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വമഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. കുമ്പളങ്ങിയിൽ ഗുരുദേവ ശിഷ്യനായ ദിവ്യശ്രീ നരസിംഹസ്വാമികൾ പേരിട്ട ഒരു മഠമാണ് ശ്രീനാരായണ ഗുരു മഠം. 1920 സ്ഥാപിതമായ ഈ മഠത്തിൽ 1927 പള്ളുരുത്തിയിൽ നിന്നും ഗുരുദേവൻ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ, നരസിംഹസ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ ശിഷ്യന്മാരോടൊപ്പം ഈ ഗുരുമര മഠത്തിൽ എഴുന്നള്ളുകയും അവിടെ വെച്ച് വൃശ്ചിക മാസം 24-ാം തീയതി ഒരു മിശ്രഭോജനം നടത്തുകയും ചെയ്തു. ഗുരുവര മഠത്തിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ തറവാട് നെടുങ്കയിൽ തറവാടിൻ്റെ വളപ്പിൻ്റെ തെക്ക് ഭാഗം അച്ഛൻ നെടുങ്കയിൽ നാരായണൻ, അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്ത് ചന്ദ്രൻ വൈദ്യർ, ഇവർ രണ്ടുപേരും കൂടി ഒരു ഷെഡ് കെട്ടി. ഷെഡ് രണ്ടായിട്ട് തിരിച്ചിട്ട് ഒരു ഭാഗം പ്രാർത്ഥനയ്ക്കും മറ്റു ഭാഗം കുട്ടികളെ പഠിപ്പിക്കാൻ. ഗുരുവര മഠത്തിൻ്റെ ചരിത്രം കേട്ടപ്പോൾ എനിക്ക് വന്ന ഒരു ചെറിയ സംശയം ഇതായിരുന്നു. ഗുരു പിന്നീടാണ് വന്നത്, മഠം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. നരസിംഹസ്വാമികളാണ് മഠത്തിന് പേര് കൊടുത്തത്, അപ്പോഴും മഠം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മഠം നേരത്തെ വന്നത്? സാധാരണ മഠം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സ്വാമിയായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് സംശയം തീർക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വല്യമ്മമാരായ നന്ദിനി രവീന്ദ്രൻ, ഡോക്ടർ ശാന്തിമതി ഭാസ്കരൻ ഇവരോടെല്ലാം ചോദിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരാണ് കുടുംബത്തിലെ മുതിർന്ന വ്യക്തികൾ. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അപ്പൂപ്പൻ NK നാരായണൻ്റെ ഭാര്യ ജാനകി നാരായണൻ്റെ പിതാവ് ഒരു ബുദ്ധ സന്യാസി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ധർമ്മധീര സ്വാമികൾ എന്നായിരുന്നു. അദ്ദേഹം ശ്രീലങ്കയിലാണ് മിഷന് വേണ്ടി പോയിരുന്നത്. അപ്പോൾ ഇടയ്ക്കെല്ലാം അദ്ദേഹം ഇവിടെ വരാറുണ്ടായിരുന്നു കുടുംബാംഗങ്ങളെ കാണാനായി. ആ സമയങ്ങളിൽ അദ്ദേഹം കുടുംബത്തിൻ്റെ കൂടെ താമസിക്കാറില്ല, ഒരേ വീട്ടിൽ താമസിക്കാറില്ല. അദ്ദേഹത്തിൻ്റെതായ പൂജകളും ധ്യാനവും ഭക്ഷണവും എല്ലാമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് ആദ്യമായി അപ്പൂപ്പൻ ആ മഠം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ഭജനപുര ആണ് അന്ന് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അത് അന്നത്തെ നെടുങ്ങയിൽ വീടിൻ്റെ തെക്കു ഭാഗത്തായിട്ടാണ് അതുണ്ടാക്കിയിരുന്നത്. കുറേ നാൾ കഴിഞ്ഞ സമയം ഇതിൻ്റെ അഭിവൃദ്ധി കണ്ടിട്ട് ഇത് ഒരു തക്കതായ സ്ഥലത്തേക്ക് മാറ്റി കൂടുതൽ വിപുലമായിട്ട് നടത്തണമെന്നുള്ള ആഗ്രഹം
ഇവർക്ക് രണ്ടുപേർക്കുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന മഠത്തിൻ്റെ സ്ഥലം മലയിൽ കണ്ടു എന്ന് പറയുന്ന അദ്ദേഹത്തോട് വാങ്ങി. എൻ്റെ അച്ഛൻ നെടുങ്കയിൽ നാരായണനാണ് ഗുരുദേവനെ കൊണ്ടുവന്ന് മഠം സ്ഥാപിച്ചത്. കുമ്പളങ്ങി വീട്ടിൽ ഓലപ്പല കെട്ടി ആദ്യകാലത്ത് മഠം ഉണ്ടാക്കിയതാണ്. ആ സ്ഥലത്ത് ഒരു കെട്ടിടം എന്ന് പറയാൻ അപ്പോഴും പ്രയാസമാണ്. കാരണം ഒരു ഓടിറ്റ കെട്ടിടം, പലക കൊണ്ട് അടിച്ചിട്ടുള്ള, വായു കയറാൻ വളരെ സൗകര്യപ്പെടുത്തി, ഇരിക്കാനുള്ള സൗകര്യമൊക്കെ എടുത്തി ഉണ്ടാക്കിയൊരു കെട്ടിടം. ശ്രീനാരായണ ഗുരുദേവൻ 1927 കുമ്പളങ്ങിയിൽ വന്നപ്പോൾ അതിനുവേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച പ്രധാനികളായിട്ടുള്ള 2 പേര്, ഒന്ന് നെടുങ്കയിൽ ശ്രീ NK നാരായണനും എൻ്റെ അച്ഛനായ ശ്രീ VK ചന്ദ്രൻ വൈദ്യരുമായിരുന്നു. അച്ഛനെ അതിൽ നിന്ന് സമുദായം വിലക്കുന്ന രീതിയിലൊരു ഇടപാടുണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തുള്ളതെന്ന് പറഞ്ഞാലും അച്ഛൻ അതിൻ്റെ അകത്ത് നിന്നെന്ന്, അങ്ങനെയായിരുന്നു അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവര മഠത്തെക്കുറിച്ച് എനിക്ക് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ അമ്മ നന്ദിനിയാണ്. അതായത് നെടുങ്കയിൽ നാരായണൻ്റെ മകൾ. കൊല്ലവർഷം 1996 ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും അടുത്ത അനുയായിയും ശിഷ്യനുമായിരുന്ന ബ്രഹ്മശ്രീ നരസിംഹസ്വാമികളാണ് ഒരു പ്രാവശ്യം ഞങ്ങളുടെ മഠത്തിൽ വരികയും ഈ മഠത്തിന് ശ്രീനാരായണ ഗുരുവര മഠം എന്ന പേര് നൽകിയത്. അതിനുശേഷം അവിടെ എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഒരു 64 കുടുംബങ്ങളിലെ ഗൃഹനാഥന്മാരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു ചെറിയൊരു ഗ്രൂപ്പ് അവരുണ്ടാക്കുകയും അത് നിരന്തരം വൃശ്ചിക മാസത്തിൽ അവിടെ ഒരു ഭജന സംഘം രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ സമാപ്തി സമയത്ത് എല്ലാവരും ഒന്നിച്ച് ഒരു വൃശ്ചിക മാസത്തിൽ മലയ്ക്ക് പോകുക ഒരു പതിവായിരുന്നു. അതിനുശേഷമാണ് 1999 കൊല്ലവർഷം ഈ ഒരു കിട്ടിയിരുന്ന ഒരു തുകയുണ്ടായിരുന്നു. എല്ലാവരും 64 കുടുംബാംഗങ്ങളും കൂടെ ഒന്നിച്ച് അവരുടെ പല കാര്യങ്ങൾക്കായി സ്വരൂപിച്ചിരുന്ന രൂപയും മറ്റു കുറേ സംഭാവനകളെല്ലാം ചേർന്നുകൊണ്ട് ഗുരുവര മഠത്തിൻ്റെ തെക്ക് വശത്തായി കാണുന്നൊരു ഓഫീസ് മുറിയുണ്ട്. അതിൻ്റെ പണി കഴിപ്പിച്ചത് ഈ കൊല്ലവർഷം 1999 അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ വന്നിരുന്ന് വിശ്രമിച്ചിരുന്ന സ്ഥലം. ഇപ്പോഴും മറ്റൊരു കോൺക്രീറ്റുകൾ ചെയ്യാതെ ഇപ്പോഴും അവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുദേവൻ ഇരുന്ന കസേര തുടങ്ങി എല്ലാം ഇപ്പോൾ ആ ഗുരുനാര മഠത്തിൽ കാണുന്നത് ആ തെക്ക് വശത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ്. ഇതിന് ശേഷമാണ് ഈ 64 കുടുംബാംഗങ്ങളുടെയും ഗൃഹനാഥന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മപ്രബോധിനി സഭ എന്ന ഒരു സഭ ഇവിടെ രൂപീകരിക്കുകയും ചെയ്തു. ഒരു താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്നവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കേൾക്കാൻ, അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ഗ്രഹിക്കാൻ ധാരാളം ആളുകൾക്ക് ആഗ്രഹമുണ്ട്. ഇത് കേട്ടിട്ടാണ് നെടുങ്കയിൽ നാരായണനും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചന്ദ്രൻ വൈദ്യരും കൂടി ഈ പ്രദേശത്ത് ഗുരുവിനെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ 2 പ്രാവശ്യം സന്ദർശിച്ച, അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ കുമ്പളങ്ങിക്കാരനാണ് ഞാനെന്നുള്ളത് എന്നും എനിക്ക് അഭിമാനകരമാണ്. അപ്പോൾ ഗുരുദേവൻ്റെ കാഴ്ചപ്പാടുകളും ഗുരുവിൻ്റെ സമീപനങ്ങളും ഈ തീരപ്രദേശത്ത് വളരെ പ്രസിദ്ധമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ചേർത്തലയിൽ വന്ന സന്ദർഭത്തിൽ കുമ്പളങ്ങിയിൽ നിന്നും ഓടിവെള്ളത്തിൽ നാരായണനും സഹപ്രവർത്തകരും പോയി അദ്ദേഹത്തിന് കുമ്പളങ്ങിയിലെ ദയനീയ സ്ഥിതി പറഞ്ഞു. ഇവിടെ വസൂരിയുണ്ട്, കോളറയുണ്ട്, അതിനെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ദുർമന്ത്രവാദം ഉൾപ്പെടെ നടക്കുന്നു. ഗുരുദേവൻ വരണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഈ ഗ്രാമത്തെ ഈ മഹാമാരിയിൽ നിന്നും രക്ഷപ്പെടുത്തണം. അപ്പോൾ ഗുരുദേവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. കുമ്പളങ്ങിയിൽ കുടിക്കാൻ നല്ല വെള്ളമുണ്ടോ, കുളങ്ങളുണ്ടോ, കുടിപ്പള്ളിക്കൂടമുണ്ടോ? ഈ 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ഗുരുദേവൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ ഗുരുദേവനെ കൂട്ടിക്കൊണ്ടുപോകാൻ ചെന്ന നാരായണൻ ഉൾപ്പെടെയുള്ളവർക്ക് നിരാശ തോന്നി. അവിടുത്തെ സ്ത്രീകൾ, ഈഴവ സമുദായത്തിലെ സ്ത്രീകൾ, അവർ പറഞ്ഞു, ഗുരു പറഞ്ഞതിൽ കാര്യമുണ്ട്, നമുക്ക് കുളങ്ങൾ കുഴിക്കണം, വിദ്യാഭ്യാസം കിട്ടാൻ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ കുമ്പളങ്ങിയിലെ എല്ലാ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും കുളങ്ങൾ കുത്തി, അപ്പോൾ നല്ല വെള്ളം കിട്ടി. വിദ്യാഭ്യാസം വന്നതോടുകൂടി ഈ അനാചാരങ്ങളോട് എതിർപ്പ് വർദ്ധിച്ചു. എന്താണ് അനാചാരങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
അങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലായി നമുക്കിത്തരം ദുരന്തങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ രക്ഷപ്പെടണമെങ്കിൽ ആരോഗ്യം നന്നാവണം, നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, എന്നാൽ മന്ത്രതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതിന് മുൻകൈ എടുത്തത് സ്ത്രീകളാണ്. വീണ്ടും ഗുരുദേവനെ കാണാൻ നാരായണനും സുഹൃത്തുക്കളും പോയി. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ചിലപ്പോൾ ഈ മഠത്തിൻ്റെ ചരിത്രത്തോട് ബന്ധപ്പെട്ട് തന്നെ പറയാവുന്നതാണ്. ഇവിടെ ഒരു ക്ഷേത്രമുള്ളത് ഇല്ലിക്കൽ അർദ്ധനാരീശ്വര ക്ഷേത്രം എന്ന് പറയുന്ന ഒരേ ഒരു ക്ഷേത്രമാണെന്നുണ്ടായിരുന്നത്. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കാളിയായിരുന്നു. അന്ന് ബ്രാഹ്മണന്മാരുടെ ഒരു ക്ഷേത്രമായിരുന്നത് വിഷ്ണു പ്രതിഷ്ഠയായിരുന്നു. ബ്രാഹ്മണന്മാർ ഈ സ്ഥലത്തു നിന്ന് വിട്ട്, അതായത് ഇവിടെ ബ്രാഹ്മണന്മാരുടെ ഒരു കുടുംബം പോലുമില്ല. അവിടെ അവർ പോകുന്ന സമയം വിഷ്ണു പ്രതിഷ്ഠ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും കാളിയെ പ്രതിഷ്ഠിച്ചു കാളി മതി എന്ന് തീരുമാനിച്ചു പോവുകയും ചെയ്തു. അത് ഇവിടെയുള്ള മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായ നടപടിയായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ ക്ഷേത്രം കൈമാറി എന്നുള്ളതുകൊണ്ട് ആ തൃപ്തിയിൽ ഒരു സമുദായത്തിനൊരു ക്ഷേത്രം കിട്ടി. അതുകൊണ്ട് അവർ തൃപ്തി അടഞ്ഞിരുന്നെങ്കിലും ഈ കാളിയെ മാറ്റി മറ്റ് പ്രതിഷ്ഠ നടത്തിയാൽ എന്തുണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൂടി അവർക്കുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഗുരുവിനെ സന്ദർശിക്കാൻ ഇവർ പോയത്. വള്ളുവരുത്തിയിൽ വന്നപ്പോൾ വള്ളുവരുത്തിയിൽ വന്ന് സന്ദർശനം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഗുരുവിനെ കാണുകയും ഗുരുവിൻ്റെ ഒരു വിവരം മുഴുവൻ സംസാരിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, അത് വിഷയമില്ല, ഞാൻ വരാം, കുമ്പളങ്ങിയിൽ വരാം. ശ്രീനാരായണ ഗുരുദേവൻ വള്ളുവരുത്തി ശ്രീഭവാനീശ്വര ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഇവിടുത്തെ പ്രഗത്ഭന്മാരായ ചില വ്യക്തികൾ ചേർന്ന് അദ്ദേഹത്തെ ഇവിടെ ഗുരുവരൂഢത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും, അപ്പോൾ ഇവിടെ വളരെയധികം തൊട്ടുകൂടായ്മയും തീണ്ടായ്മയും ഉള്ള കാലമായിരുന്നു. ഇവിടെ ഒരു മഠം സ്ഥാപിച്ചിട്ടുണ്ട്, അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം കൂടി അദ്ദേഹം നടത്തണമെന്നുള്ള ആവശ്യം കൂടി ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, നരസിംഹൻ അദ്ദേഹത്തിൻ്റെ ശേഷൻ നരസിംഹസ്വാമിയെ വിളിക്കുക, നരസിംഹസ്വാമി പറയുന്ന വിധത്തിൽ ചെയ്താൽ മതി, ഉദ്ഘാടനം സ്വാമിയെ കൊണ്ട് നടത്തിച്ചോളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നരസിംഹസ്വാമിയെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും ഈ മഠത്തിൻ്റെ ഉദ്ഘാടനം അദ്ദേഹത്തെ കൊണ്ട് നടത്തിക്കുകയും ചെയ്തു. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് ഗുരുവിനെ കൊണ്ടുവരുന്ന കാര്യത്തെപ്പറ്റി ആലോചന തുടങ്ങിയത്. അപ്പോഴാണ് പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. വന്ന ദിവസം അവിടെ പോയി കണ്ടു. മഠത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവിടെ വരുന്നു സ്വാമികൾ അവിടെ വരെ വരണമെന്നുള്ള ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ പറയുകയാണ്, ഞാൻ വന്നോളാം, നിങ്ങളത് ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനൊരു സമ്മതം കൊടുത്തു. അങ്ങനെയാണ് പിറ്റേ ദിവസം ഓടി വഞ്ചിയുടെ അകമ്പടിയോടുകൂടിയാണ് കൊണ്ടുവരുന്നത്. മലയാള വർഷം 1103 വൃശ്ചിക മാസം 23 സഭാ ഭാരവാഹികളായ ശ്രീ NK നാരായണൻ, ശ്രീ VK ചന്ദ്രൻ വൈദ്യർ, ശ്രീ അയ്യപ്പൻ അച്യുതൻ ചിറയിൽ എന്നിവർ ചേർന്ന് പള്ളുരുത്തി നടക്കടവിൽ നിന്നും അലങ്കരിച്ച മോട്ടോർ ബോട്ടിലിരുത്തി ധാരാളം ഓടിവള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി കുമ്പളങ്ങിയിൽ എത്തിച്ചേർന്നു. കുമ്പളങ്ങി തെക്കുഭാഗം കുന്നേൽ കടവിൽ ബോട്ടിറങ്ങി കാൽനടയായാണ് ഗുരുദേവൻ കടന്നുവന്നത്. അന്ന് ഇല്ലിക്കൽ സ്കൂൾ അധ്യാപകനായിരുന്ന ശ്രീ AK ശങ്കു മാസ്റ്റർ, ശ്രീ AK അച്യുതൻ മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ മഞ്ഞക്കൊടികളുമേന്തി കാത്തുനിന്നിരുന്ന വിദ്യാർത്ഥികളുടെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടുകൂടി എതിരേറ്റ് ഘോഷയാത്രയായി മഠാങ്കണത്തിലേക്ക് ഗുരുദേവൻ ആനയിക്കപ്പെട്ടു. ഗുരു ആദ്യമായി കുമ്പളങ്ങി സന്ദർശിച്ചത് കുമ്പളങ്ങി ഇല്ലിക്കൽ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിനായിട്ടാണ്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഇല്ലിക്കൽ ക്ഷേത്രത്തിലെത്തുകയും ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം ശ്രീ അർദ്ധനാരീശ്വരനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതിനുശേഷം ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷമാണ് കുമ്പളങ്ങി തെക്ക് ശ്രീനാരായണ മഠത്തിൽ ഗുരു എത്തിച്ചേർന്നത്. തുടർന്ന് ഗുരു ഭജനമഠത്തിൻ്റെ വടക്കേ വരാന്തയിൽ കിഴക്കോട്ട് ദർശനമായി ചാരുകസേരയിൽ വിശ്രമിച്ചാണ് പല സ്ഥലത്തു നിന്നും ജാതി മതഭേദമന്യേ എത്തിയ ഭക്തർക്ക് ദർശനം നൽകിയത്. ഗുരുദേവൻ കുമ്പളങ്ങിയിൽ വരികയും കുമ്പളങ്ങി ഗ്രാമത്തിൻ്റെ തെക്കേ അറ്റത്ത് ഇപ്പോൾ ഗുരുവരമഠം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അന്ന് ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ താമസിക്കുകയും അവിടെ നിന്ന് പല പ്രാവശ്യം ഇല്ലിക്കൽ ക്ഷേത്രത്തിൽ നടന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ നാമകരണം ചെയ്ത നെടുങ്ങയിൽ ശാന്തിമതിയുടെ മകനാണ്. എൻ്റെ അമ്മ പറഞ്ഞ ചില കേട്ടറിവുകൾ ഞാനിവിടെ പങ്കുവെക്കുകയാണ്. കുമ്പളങ്ങിയിൽ ശ്രീനാരായണ ഗുരുദേവൻ മിശ്രഭോജനത്തിനായി എത്തിയ സമയത്ത് അദ്ദേഹം ഭജനമഠത്തിലിരിക്കുമ്പോൾ
കുറേ അധികം ആളുകൾ പുറത്ത് നിൽക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഉടനെ ഒരു ശിഷ്യനെ വിട്ടിട്ട് അതെന്താണ് സംഭവം എന്ന് അന്വേഷിപ്പിച്ചു. അവരോട് അകത്തേക്ക് വരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർ വന്നപ്പോൾ ഗുരുദേവൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അകത്തേക്ക് കയറാതിരുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ അയിത്തമുണ്ട്, ഭജനമഠത്തിൻ്റെ അങ്ങോട്ട് കയറാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഉടനെ മാറിക്കോളും എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് അവരെ യാത്രയാക്കി. അതിനുശേഷം ഗുരുദേവൻ ഭജനമഠത്തിൻ്റെ അകത്തേക്ക് കയറുകയും വളരെയധികം ദുഃഖിതനായി അവിടുത്തെ കട്ടിൽ കിടക്കുകയുണ്ടായി. ശിഷ്യഗണങ്ങൾ കൊണ്ടുവന്ന കാപ്പി പോലും അദ്ദേഹം കഴിച്ചില്ല. അപ്പോൾ ജനങ്ങൾക്ക് എന്താണ് കാര്യമൊന്നും മനസ്സിലാകാത്ത കാരണം നേരിട്ട് ചെന്ന് സംസാരിക്കുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നെടുങ്കയിൽ നാരായണാശാനും എൻ്റെ അപ്പൂപ്പനായ കണ്ടുണ്ണിയും ചന്ദ്രവൈദ്യൻ അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി മട്ടാഞ്ചേരിയിൽ സഹോദരൻ അയ്യപ്പനുണ്ടെന്നറിഞ്ഞ് അവിടേക്ക് ആളെ വിട്ടു. അവിടെ ചെന്ന് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞതും അദ്ദേഹം കുമ്പളങ്ങിൽ വന്നിട്ട് നേരെ ഗുരുദേവനെ കാണാതെ തന്നെ അപ്പുറത്ത് പോയി കുറച്ച് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം ശരിയായപ്പോൾ ഈ നേരത്തെ വന്നവിടെ പുറത്ത് നിന്നിരുന്ന ആ താഴ്ന്ന ജാതിയിൽപ്പെട്ടുന്ന ആളുകളെ എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടി അദ്ദേഹം അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ശേഷമാണ് ഗുരുദേവനെ കാണുവാനായിട്ട് സഹോദരൻ അയ്യപ്പൻ മുറിയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അയ്യപ്പൻ എപ്പോൾ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് അധിക നേരമായി സ്വാമി, ഞാൻ വന്നൊരു വിശിഷ്ടമായ ഒരു ഭോജനം കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ഭക്ഷണം പാകം ചെയ്ത് താഴ്ന്ന ജാതിക്കാരായ കുറേ ആളുകളുമായിട്ട് കൂടിക്കൊണ്ട് ഞാൻ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗുരുദേവന് വളരെ സന്തോഷമായി. അങ്ങനെ ഗുരുദേവൻ പറഞ്ഞു, കൊള്ളാം, നല്ല കാര്യമാണ് ചെയ്തത്. ഒരു കാര്യം ചെയ്യാം, നാളെ നമ്മുടെ ചിലവിൽ ഒരു മിശ്രഭോജനം ഇവിടെ തയ്യാറാക്കി നാനാജാതി മതസ്ഥരെ കൂട്ടിക്കൊണ്ട് നമുക്ക് അത് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മൾ നെടുങ്കയിലെ നാരായണനാശാൻ പറഞ്ഞു, സ്വാമി അതിൻ്റെ ചിലവ് ഞങ്ങൾ വഹിച്ചുകൊള്ളാം, ഇവിടുത്തെ ഞങ്ങളുടെ കയ്യിലെ ചിലവ് കൊണ്ട് നടത്തിയാൽ മതി എന്ന് പറയുമ്പോൾ സന്തോഷമായി. നിങ്ങളിവിടെ നാളെ ഒരു സമൂഹ സദ്യ നടത്തണം, എല്ലാവരും ക്ഷണിക്കണം, യാതൊരു ഭേദം പാടില്ല. ഇത് കേട്ടു നിന്ന നെടുങ്കൽ നാരായണൻ, ചന്ദ്രൻ വൈദ്യൻ, പിന്നെ ചാണിയിൽ കൊച്ചയ്യപ്പൻ മുതലായവരെല്ലാവരും ഉണ്ട്. അന്ന് അദ്ദേഹം അവിടെ താമസിച്ചു. കൊല്ലവർഷം 1103 വൃശ്ചിക മാസം 24 രാവിലെ മിശ്രഭോജനത്തിന് ശ്രീനാരായണ ഗുരുസ്വാമികൾ അരുൾ ചെയ്യുകയും ഇത് കേട്ട മാത്രയിൽ തന്നെ പ്രായമേറിയ ഗൃഹനാഥന്മാർ ഒത്തുചേരുകയും മിശ്രഭോജനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ സഭയിലെ ഗൃഹനാഥന്മാരിൽ ചില പ്രായമേറിയ വ്യക്തികൾക്ക് മറ്റു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ സഭാ അങ്കണത്തിൽ കയറ്റുന്നതിൽ ചെറിയ എതിർപ്പുകൾ ഉണ്ടാവുകയും മഠം വളപ്പിനു വടക്കുവശം അവർ സംഘം ചേർന്ന് പ്രസ്തുത മിശ്രഭോജനം നടത്താൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും അത് ഗുരുവിനോട് അറിയിക്കുവാൻ പ്രായം ചെന്ന ഒരാളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം ഗുരുവിനെ കാണുവാൻ സമീപത്ത് ചെന്ന് തൊഴുതു നിന്നപ്പോൾ ഗുരു ചേർത്തു നിർത്തി താൻ മിശ്രഭോജനത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, എന്റെ ഒപ്പം വന്ന് കഴിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണാമേ എന്ന് അദ്ദേഹം പറഞ്ഞു കൂടെ ചേർന്നു. മിശ്രഭോജനം നടത്തിയതിൻ്റെ കേട്ടറിവുകളാണ് എനിക്കുള്ളത്. കൂടുതലും എൻ്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ പറഞ്ഞ അറിവുകളാണ്. 1927 വൃശ്ചിക മാസം 24 12 മണിയോടുകൂടിയാണ് അവിടെ മിശ്രഭോജനം നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. അവിടെ മഠ അങ്കണത്തിൽ പന്തലിട്ട് കാവ്യവസ്ത്രധാരിയായൊരു ശിഷ്യൻ അതിനുള്ള മേൽനോട്ടം വഹിച്ചു. അദ്ദേഹം ഒരു പീഠത്തിൽ തൂശനില വിരിച്ച് മഞ്ഞ നിറത്തിലുള്ള ചോറ് വിളമ്പിയതിന് ശേഷം ഗുരുവിനെ വിളിച്ച് സമർപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പൂജാനന്തരം തന്നെ ഇരുവശത്തും ഇരുന്ന നാനാജാതിയിൽപ്പെട്ട ആളുകളോടുകൂടി അദ്ദേഹം സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ചു. അന്നത്തെ മിശ്രഭോജനം കുമ്പളങ്ങിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന ആ കാലത്ത് ഗുരുവര മഠത്തിൽ പ്രവേശനം എല്ലാവർക്കും ഗുരു നൽകുകയും അതിനുശേഷം എല്ലാവരും വളരെ സന്തോഷത്തോടെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് പോരുകയും ഉണ്ടായി. അത് വലിയൊരു മാറ്റമാണ് കുമ്പളങ്ങിയിൽ സംഭവിച്ചത്. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദർശന വേളയിൽ തങ്ങളുടെ മക്കൾക്ക് ഗുരുദേവൻ തന്നെ പേര് നാമകരണം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുദേവൻ അതിന് അനുവാദം നൽകുകയും നെടുങ്കയിൽ ശാന്തിമതി അവർകൾക്കും അതുപോലെ തെക്കേപ്പറമ്പിൽ സദാശിവൻ അവർകൾക്കും അതുപോലെ തന്നെ അഴകന്ത്രയിൽ മുത്തകൃഷ്ണൻ അവർകൾക്കും ഗുരുദേവനാണ് പേര് നാമകരണം ചെയ്തത്. വൈകുന്നേരം 4 മണിയോടുകൂടി ഗുരുദേവൻ പോവാനൊരുങ്ങി. അവിടെ കൂടിയിരുന്ന വിവിധ ജാതിയിൽപ്പെട്ട ആളുകളും
ഗുരുദേവനെ വണങ്ങി അനുഗ്രഹം വാങ്ങി. വമ്പിച്ച ഭക്തജനങ്ങളുടെയും മഠം ഭരണക്കാരുടെയും അകമ്പടിയോടുകൂടി ഗുരുദേവനെ ഘോഷയാത്രയായി തന്നെ കുമ്പളങ്ങി തെക്ക് കുന്നേൽ കടവിലേക്ക് ആനയിച്ചു. ഈ പ്രവർത്തനത്തിൻ്റെ അന്ന് ആരംഭത്തിൽ 64 വീട്ടുകാർ, ഇത് 200 ചില്ലാനം വീട്ടുകാരുടെ ഒരു സംഘടനയാണ് നടത്തിക്കൊണ്ട്, ധർമ്മപ്രബോധന സഭ, അതാണ് എൻ്റെ പേര്. ആ പ്രവർത്തനങ്ങൾ വായനശാല, പിന്നെ പലതരത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഞായറാഴ്ച പൂർണ്ണമായും ഈ സ്ഥാപനങ്ങൾ ഈ ക്ലാസ്സുകൾ നടത്താനും പലതരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഗുരുവര മഠം എന്ന പേരിലാണ് ഇന്ന് ഈ സ്ഥാപനം പ്രശസ്തമായിരിക്കുന്നത്. നരസിംഹസ്വാമിയുടെ ദീർഘദർശനം ചെയ്തു കൊടുത്ത പേരാണ് ഗുരുവര മഠം എന്നുള്ളത്. അതിൽ ഞാനിതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ കാരണം മഠത്തിൻ്റെ രക്ഷാധികാരിയായിരുന്ന നെടുങ്ങയിൽ ശ്രീ NN സത്യവ്രതൻ സാറ് മഠത്തിന് ഇതുവരെ ഒരു ചരിത്രമില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചരിത്രമുണ്ടാക്കാം, അപ്പോൾ അതിനെ മണിയപ്പൻ സഹായിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചരിത്രമായതുകൊണ്ട് നമുക്ക് അതിനോട് നീതി പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ സാറിനോട് എൻ്റെ ഒരു ആശങ്ക പറഞ്ഞു മുന്നോട്ട് ധൈര്യമായിട്ട് പോവുക, കൂടെ ഞാനുണ്ട്. അങ്ങനെ തന്നെയാണ്. അങ്ങനെ അദ്ദേഹം കുറച്ചധികം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ എന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ആ ചരിത്രം റഫായിട്ട് എഴുതി സത്യൻ സാറ് തറവാട്ട് വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹവുമായിട്ട് പോയി കണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് ഞാൻ എഴുതി വച്ചിരിക്കുന്ന അതിലെ എങ്ങനെ അത് തുടങ്ങണം, അതിൻ്റെ അകത്തെ പോരായ്മകൾ, അത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു തരികയാണ്. അങ്ങനെയാണ് ആ ചരിത്രം ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. സ്ഥാപന സംക്ഷിപ്ത ചരിത്രം എന്നാണ് അന്ന് കൊടുത്തിരിക്കുന്നത്. ആ ചരിത്രം അതിൽ പറയുന്ന ആളുകൾ, അതിൽ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ മുൻകാല പ്രവർത്തകർ, അവരുടെ ശേഷിക്കുന്നവരാണ് ഇപ്പോഴും ഇതിനോടുള്ള അഗാധമായ താല്പര്യം കൊണ്ട് എവിടെയുണ്ടെങ്കിലും ആ സമയമാകുമ്പോൾ, ഡിസംബർ ആകുമ്പോൾ ഇവിടെ എത്താറുണ്ട്. കഴിയുന്നത്ര ആളുകൾ ഈ സദ്യ അന്ന് നടത്തിയതിൻ്റെ ഓർമ്മക്കായി നടത്തുന്ന പന്തി ഭോജനത്തിൽ പങ്കെടുക്കാറുണ്ട്. കുമ്പളങ്ങി തെക്ക് ഗുരുവര മഠത്തിലെ ശ്രീനാരായണ വിശ്വാസികളുടെയും മറ്റ് ഭക്തരുടെയും ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ മഠത്തിലൊരു ഗുരുദേവൻ്റെ വിഗ്രഹം സ്ഥാപിക്കുക. ഒരുപാട് കാലം ഞങ്ങൾ ഇതിനു വേണ്ടി പല രീതിയിലും പലരെയും സമീപിക്കുകയും, എന്നാൽ അതിന് സന്ദർഭമായത് കൊലവർഷം 1194 ഇടവം 5-ാം തീയതി, അതായത് 2019 മെയ് 19. ഈ ദിവസമാണ് നമ്മൾക്കതിന് സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. പള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്രത്തിലെ ഇന്നത്തെ പ്രസിഡന്റായ ശ്രീ അറക്കത്തറ സന്തോഷ് അവറുകളാണ് നൽകിയത്. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും പ്രതിമ നമ്മൾ ഭവാനീശ്വര ക്ഷേത്രത്തിൽ എത്തിക്കുകയും അവിടെ നിന്ന് വിവിധ താളമേളങ്ങളോടുകൂടി വിഗ്രഹം നമ്മൾ പള്ളുരുത്തിയിൽ നിന്നും ഗുരുവര മഠത്തിൽ എത്തിച്ചത്. ഇന്ന് ആ പ്രതിഷ്ഠയോടനുബന്ധിച്ച് പല ഭാഗങ്ങളിൽ നിന്നും സന്ദർശനത്തിനായും ഗുരുദേവൻ വന്ന ആ പുണ്യഭൂമി ഒന്ന് കാണുവാനും ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിച്ച ആ കസേര ഇന്നും ആ മന്ദിരത്തിൽ പരിപാവനത്തോടുകൂടി ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. 1963 കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഗുരുവര മഠത്തിൽ ഉണ്ടായെങ്കിലും സാമ്പത്തികമായിട്ട് അവർക്കൊന്നും ഉണ്ടാക്കാനോ അതിൽ നിന്നും മെച്ചപ്പെടുത്താനോ കഴിഞ്ഞില്ല. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ കുറേ അമ്മമാർ മുൻകൈയെടുത്ത് ഒരു വനിതാ സംഘടന, വനിതകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു. അവിടെ ഒരു ഗുരുവിൻ്റെ പ്രതിമ ഉണ്ടായില്ല. ഒരു ഗുരു പ്രതിമ പണിയാനുള്ള കാര്യങ്ങൾ നോക്കി. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചത് നമുക്ക് പൈസ ഇല്ലാരുടെ കയ്യിലും പിടിയരി ഇട്ടും ഓരോ മിച്ചം വെച്ചും ചെയ്യാമെന്നുള്ളൊരു ധാരണയായിരുന്നു. അത് അണക്കണക്കായിരുന്നു. നമ്മളുടെ വീട്ടിൽ ദിവസം അരി വെക്കുന്നതിൽ നിന്ന് ഒരു പിടി അരി എടുത്ത് മാറ്റി വെക്കും, പിറ്റേ ദിവസവും ഒരു പിടി അരി എടുത്ത് മാറ്റി വെക്കും. അപ്പം അങ്ങനെ ഒരാഴ്ചയാകുമ്പോഴേക്കും 1 കിലോ അരിയുടെ ഭാഗത്ത് വരും. ആ അരിയുടെ പൈസ ഗുരുവര മഠത്തിലേക്ക് കൊടുക്കും. എന്നിട്ടും ഈ കൂട്ടിവെച്ച അരി കൊണ്ട് കഞ്ഞി വെക്കും. എല്ലാ അമ്മമാരും സഹകരിച്ച് ഇതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ ഗുരുദേവൻ്റെ മന്ദിരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഗുരുവിനെ കൊണ്ടുവരാനായിട്ട് എല്ലാ അമ്മമാരും സഹകരിച്ച് ഉണ്ടാക്കിയതാണ്. ചിറപ്പുറത്ത് കുടുംബത്തിലെ പിൻതലമുറക്കാരായ കൊച്ചുപുഴ, അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് കൊച്ചുപുഴ ചിറപ്പുറത്ത്, നാരായണൻ ചിറപ്പുറത്ത്, ഇളയത് എൻ്റെ അച്ഛനാണ് ശ്രീ കെ ദാമോദരൻ ചിറപ്പുറത്ത്. അങ്ങനെ എല്ലാവരുടെയും ഗുരുദേവ ദർശനത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട്
പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വന്ന ആളുകളിൽ പ്രധാനികളാണ്. ഞങ്ങൾ പുതിയ ആളുകൾ വന്നപ്പോഴത്തേക്കും എല്ലാവരും സംഘടനയ്ക്കും തയ്യാറാകുകയും എന്നാലും എല്ലാവരുടെയും സാമ്പത്തിക ശേഷിയുള്ള ഒരു സമയമായതുകൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ പോകും. എങ്കിലും അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഞാനും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഓരോരുത്തരും അവരവരുടെ ഭാഗങ്ങൾ ചെയ്ത് ഗുരുവരമഠത്തിന് ഇപ്പോഴും ഞങ്ങൾ പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കണേണ്. 5 കൊല്ലം ഗുരുധർമ്മ പ്രചരണ സഭയുടെ സെക്രട്ടറിയായിട്ട് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഗുരുകാരുണ്യം എപ്പോഴും ഉണ്ട്. എൻ്റെ ചെറുപ്പകാലം മുതൽ ഗുരുവിൻ്റെ ദർശനങ്ങൾ ഗുരുവരമഠത്തിൽ പഠിപ്പിക്കുന്നതിനായി ഒരു ബാലവേദി, ഗുരുകുലം ബാലവേദി എന്നുള്ള പേരിൽ ഒരു ബാലവേദി ഉണ്ടായിരുന്നു. അത് മുൻ ഭരണകർത്താവായിരുന്ന ശ്രീ VC സിദ്ധാർത്ഥൻ, ഞങ്ങൾ സിദ്ധാർത്ഥൻ മാഷ് എന്ന് വിളിക്കുന്ന അശരീരനായ ശ്രീ VC സിദ്ധാർത്ഥൻ മാഷ് അവരുടെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗുരുകുലം ബാലവേദി എന്നുള്ള പേരിൽ നിന്ന് മാറി പിന്നെ ഒരു വേദപഠന ക്ലാസ്സായിട്ടാണ് അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏകദേശം 100-ൽ പരം കുട്ടികൾ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ പഠന കാര്യത്തിലും നാടകം, അതുപോലെ നൃത്താഭ്യാസം, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഗുരുവരമഠത്തിൽ അരങ്ങേറി പോരുന്നുണ്ട്. അതുപോലെ നല്ലൊരു ഗ്രന്ഥശാലയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വനിതാ സംഘം, എല്ലാത്തിൻ്റെയും നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ, നല്ലൊരു കൂട്ടായ്മ തന്നെ ശ്രീനാരായണ ഗുരുവരമഠത്തിലുണ്ട്. ഗുരുവരമഠവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ മുൻകാലത്തെ നമ്മുടെ അമ്മമാരും ചേച്ചിമാരും തുടങ്ങി വെച്ച പ്രവർത്തനമാണിത്. നമ്മുടെ ഗുരുദേവൻ്റെ ജന്മനക്ഷത്രമായ ചതയ ദിനത്തിൽ എല്ലാ മാസവും നമ്മൾ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കാറുണ്ട്. എല്ലാ മാസവും അത് കൃത്യമായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഞായറാഴ്ചകൾ തോറും ഗുരുദേവ കൃതികളും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ഗുരുദേവൻ്റെ ആശയമാണ് നമ്മൾ ഇന്നും വനിതാ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പ്രചോദനമേകുന്നത്. കുമ്പളങ്ങി ശ്രീനാരായണ ധർമ്മപ്രബോധന സഭ ഗുരുവരമഠത്തിലെ വനിതാ സംഘം പ്രവർത്തകയാണ് ഞാൻ. ഏകദേശം 25 വർഷത്തോളമായി വനിതാ സംഘം പ്രവർത്തിച്ചു പോരുന്നു. ആദ്യകാല പ്രവർത്തകരിൽ നിന്നും അതുപോലെ തന്നെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും വായിച്ചറിഞ്ഞുമാണ് ഗുരുദേവ തൃപാദങ്ങൾ കുമ്പളങ്ങി ഗുരുവരമഠത്തിൽ വന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ളതും ഗുരുദേവ ദർശനങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കണമെന്നുള്ള ആഗ്രഹത്താലുമാണ് വനിതാ സംഘടനയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എല്ലാ വർഷങ്ങളിലും ജയന്തി ദിനാഘോഷം എല്ലാ ഭക്തരുടെയും പൂർണ്ണ സഹകരണത്തോടു കൂടി തന്നെ വളരെ ഗംഭീരമായി ആഘോഷിക്കാറുമുണ്ട്. കൂടാതെ ഇനി വരുന്ന പുതിയ തലമുറയെ ഗുരുദേവ ദർശനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംഘടനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വനിതാ സംഘടനയുടെ ലക്ഷ്യം. പ്രധാനമായിട്ടും നമ്മുടെ ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് ഗുരുദേവൻ്റെ ആദർശങ്ങളും ആ ഗുരുദേവനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഗുരു പരമ്പരകളെ കുറിച്ചിട്ടുള്ള അതേപോലെ തന്നെ സനാതന ധർമ്മത്തെക്കുറിച്ചിട്ടുള്ള അറിവുകളാണ്. ആ അറിവുകൾ പകർന്നു കൊടുക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കുടുംബത്തിനും അതേപോലെ തന്നെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ ആവശ്യമുള്ള ഏറ്റവും നല്ല ഒരു പൗരന്മാരാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ക്ലാസ് നടത്തിക്കൊണ്ട് പോകുന്നത്. ശിവഗിരി നിലവിലുള്ള മഠാധിപതിയായ സ്വാമി സച്ചിദാനന്ദ 2 മാസം മുന്നേ കുമ്പളങ്ങി സന്ദർശിച്ചു. അദ്ദേഹത്തെ നേരിൽ കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അപ്പോൾ അദ്ദേഹവും പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ സമാധിയാകുന്നതിന് മുമ്പ് ഏകദേശം 7 മാസം മുമ്പാണ് ഈ ഗുരുദേവ മഠത്തിൽ സന്ദർശനം നടത്തിയത്. അതിൻ്റെ ഒരു ചൈതന്യവും അതിൻ്റെ ഒരു അനുഗ്രഹവും ഇനിയും ഈ മണ്ണിലുണ്ടാകും. 1927 ഗുരുദേവൻ മഠത്തിൽ വന്ന് മിശ്ര ഭോജനം നടത്തിയത്. 2027 വരുമ്പോൾ 100 വർഷം തികയാണ്. അന്നേ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം ഒരു സർവ്വമത സമ്മേളനവും അതോടൊപ്പം തന്നെ വിപുലമായ ഒരു ആഘോഷ പരിപാടിയും അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും അല്ലെ മറ്റുള്ള ദേശങ്ങളിൽ നിന്നും എല്ലാ ഗുരുഭക്തരെയും ഇവിടെ എത്തിക്കണം. അന്ന് കുമ്പളങ്ങിക്കരയുടെ തന്നെ ഒരു ഉത്സവമായി മാറ്റണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ഞങ്ങളെ ഗുരുവിൻ്റെ കടാക്ഷം എന്നും ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച കുമ്പളങ്ങിലൊരു പഴയ ക്രിസ്ത്യൻ തറവാടാണ് മണ്ണാളി തറവാട്. ശ്രീ ചീക്കോ മണ്ണാളിയാണ് ഗുരുദേവനെ അവിടേക്ക് ക്ഷണിച്ചത്. ഗുരുദേവൻ അവിടെ കുറച്ചു സമയം ചിലവഴിച്ചതായാണ് ചരിത്രം. ഇന്നും അതേ രീതിയിൽ മണ്ണാളി തറവാട് ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. എൻ്റെ അമ്മയുടെ ഫാദർ ചീക്കു മണ്ണാളി എപ്പോഴും ശ്രീനാരായണ ഗുരുവിനെപ്പറ്റി ഞങ്ങളോട് പറയുമായിരുന്നു. ഞാൻ ചെറുതായിരുന്നു അപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ ഇരിക്കുമ്പോഴും എല്ലാം പറയും. അപ്പോൾ പുള്ളി പറയും ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ടീച്ചിങ്സ്
that we must make everyone happy. Our actions should not cause any inconvenience or trouble to others. ഇന്നും ശ്രീനാരായണ ഗുരുവര മഠം കുമളിക്കാർക്ക് ഒരു അനുഗ്രഹമായി നിലകൊള്ളുകയാണ്. ഗുരുദേവനെ അറിയുവാനും ഭജിക്കുവാനും ആരാധിക്കുവാനും ഈ ശ്രീനാരായണ ഗുരുവര മഠം സഹായകമാണ്. എല്ലാവരും ഇതിൽ വന്ന് പങ്കാളികളാകുവാൻ അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം. ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായി മാറിയ ഇവിടം കുമ്പളങ്ങിയിലെ മാത്രമല്ല, കേരളത്തിലെ തന്നെ ശ്രീനാരായണീയരുടെ തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ, നാവികന്നീ ഭവാത്തിക്കോ രാവിതൻ തോണി നിമ്പതം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളടങ്ങിയ നിന്നിടുന്തൃക്ക് പോലുള്ള നിന്നിലാസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, തന്നിരാക്കുന്ന നീയൊന്നു തണ്ണി ഞങ്ങൾക്കു തമ്പുരൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരണം. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതു മൊഴിയുമോർക്കുകിൽ നീ അകവും പുറവും തിങ്ങും മഹിമാർന്ന നിമ്പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങയെ. ഭഗവാനെ ജയിക്കുക
ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ, ജയിക്കുക ആഴമേറും നിൻ മഹസ മാടിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം.